അവർക്കൊരു പരാതിയുണ്ട്. അതായത് പട്ടം ഭാഗത്തു നിന്ന് വരുമ്പോൾ ഈ ബസ്സിന് പിന്നാലെ വരുമ്പോൾ അവർക്ക് ബസ് സൈഡ് കൊടുത്തില്ല. ഒരുപക്ഷെ അവിടെ ആ വൺ വേയിലൊക്കെ അല്പം ഇടുങ്ങിയ റോഡാ, അതുകൊണ്ട് സൈഡ് കൊടുത്തില്ല എന്ന് വരാം. ഇനി വാദത്തിന് വേണ്ടി ഡ്രൈവർ മനഃപൂർവ്വം സൈഡ് കൊടുത്തില്ല എന്ന് വിചാരിക്കുക, അതങ്ങ് സമ്മതിക്കുക. അന്നേരം ചോദ്യം ഉയരുന്നു, ഇങ്ങനെയാണോ അപ്പോൾ മേയറും MLA-യും ചെയ്യേണ്ടത്? വണ്ടിയുടെ പിന്നാലെ വന്ന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ അവിടെ എത്തുമ്പോൾ ആ വണ്ടിക്ക് കുറുകെയിട്ട് സീബ്ര ലൈൻ അതിക്രമിച്ച് കിടക്കുന്ന രീതിയിൽ കുറുകെയിട്ട് ഇങ്ങനെ ഡ്രൈവറോട് മെക്കിട്ട് കയറണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകുന്നു. അത്തരൊരു സന്ദർഭത്തിൽ ഇവരെന്താണ് ചെയ്യേണ്ടത്? ഇവര് ജനനേതാക്കളാണ്, അവർ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. തൊട്ടടുത്ത് 2 പോലീസ് സ്റ്റേഷനുണ്ട്. തൊട്ട് മുമ്പിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ, പുറകില് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. ഇവിടെ എവിടെയെങ്കിലും ചെന്ന് അവർക്കൊരു പരാതി രജിസ്റ്റർ ചെയ്യാം. അത് മാത്രമല്ല, KSRTCയുടെ ബന്ധപ്പെട്ട ആളുകൾക്ക്, അതിന് MD-യും ചെയർമാനും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പരാതി കൊടുക്കാം. MLA ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ ഒരു MLA-ക്ക് കിട്ടേണ്ട സവിശേഷമായ അവകാശങ്ങൾ അതുപോലും ഈ കേസിൽ ഇൻവോൾവ് ആവും. അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. റോഡിൽ, തെരുവിൽ അവര് സ്വയം നീതി നടപ്പാക്കാൻ, അവരുടെ നീതി നടപ്പാക്കാൻ, അവരുടെ ന്യായം നടപ്പാക്കാൻ ശ്രമിക്കാനുണ്ടായത്. അവർക്ക് ബസ് തടയാൻ യാതൊരു അധികാരവുമില്ല. ഡ്രൈവർ കുറ്റം ചെയ്തു എന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെ ബസ് തടഞ്ഞിടാൻ എന്താണ് അവർക്ക് അവകാശം? പിന്നീട് ഹൈഡ്രോളിക് ഡോറാണ്, ഡ്രൈവറുടെ അനുമതിയോടെയാണ് എന്ന് പറഞ്ഞാലും ഇതിനുള്ളിലേക്ക് കടന്നിട്ട് ഡ്രൈവറുമായിട്ട് മെക്കിട്ട് കയറാൻ എന്താണ് ഇവർക്ക് അവകാശമുള്ളത്?